പച്ച പപ്പായ അല്ലെങ്കിൽ പച്ച ഓമയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു സ്വീറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു വലിയ ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള അരിയും കളഞ്ഞൊന്ന് കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓമയ്ക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അളന്നെടുത്തു. ഇതാ ഈ ബൗളിൽ 2 ബൗളുണ്ട് കേട്ടോ. നല്ലതായിട്ടൊന്ന് അമക്കിയാണ് ഞാൻ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. ഓമയ്ക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അളന്നെടുക്കണം കേട്ടോ, എങ്കിൽ നമുക്കിതിലോട്ട് കറക്റ്റ് അളവിന് മധുരം ചേർക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഈ ഓമയ്ക്ക ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായി. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ ഓമയ്ക്ക ഇട്ട് കൊടുത്ത് ഒരു 7-8 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞു പോകരുതേ. ഞാൻ എടുത്തിരിക്കുന്ന ഓമയ്ക്ക പെട്ടെന്ന് വെന്തളിയുന്ന ടൈപ്പല്ല കേട്ടോ. ഓരോ ഓമയ്ക്കയുടെ വ്യത്യാസം അനുസരിച്ച് അത് വേകാൻ എടുക്കുന്ന സമയം വ്യത്യാസം. ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് വെന്തോന്ന്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ, വെന്തളിഞ്ഞു പോകരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ തവി കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിലെ വെള്ളം എല്ലാം അങ്ങ് ഊറിപ്പൊക്കോളും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ സ്വീറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓമയ്ക്ക അളന്നെടുത്ത ആ ബൗളുണ്ടല്ലോ, ആ ബൗളിൽ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ആ ശർക്കരയിലോട്ട് നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമുക്ക് 3 ഏലക്ക ചതച്ചതും 3 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി തിളയ്ക്കാൻ തുടങ്ങി. ഒരു 3 മിനിറ്റോളം ശർക്കരപ്പാനി നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഈ ശർക്കരപ്പാനി കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഓമയ്ക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കണം. ഇനി ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റണം. ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഇതാ നോക്കിക്കേ, ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നോക്കി ഇതിലെ വെള്ളം എല്ലാം വറ്റി ഇതൊന്ന് ഉരുണ്ട് വരുന്ന പരുവമായിട്ടുണ്ട്. അതുപോലെ പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്നൊരു പരുവമായിട്ടുണ്ട്. ഇത് നമുക്ക് ആയൊന്ന് നോക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഉണ്ടല്ലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുട്ടി നോക്കണം. അതാ നോക്കി നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് കുറേശ്ശെ എടുത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഓമയ്ക്ക വിളയിച്ചെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.